ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഥയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ കഥയിലെ ഹീറോയിനാണ് കേട്ടോ. ഇവളുടെ പേരാണ് സൂലി. സൂലിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ടൈമിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും അതുപോലെ തന്നെ നമ്മുടെ സൂലിയുടെ ഹസ്ബൻഡ് അവനാണ് ഇതിലെ ഹീറോ. ഇവർ 3 പേരും കൂടിയിട്ട് ഇവളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിലോ നമ്മുടെ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ, ഇവൾക്കാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ മേലിൽ ചെറിയൊരു കണ്ണൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ ചെറുതായിട്ട് കാലുകൊണ്ടൊക്കെ അവന് ഉരുസുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ റെസ്റ്റ് റൂമിൽ നിന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്ക് പോകണ്ടായിരിക്കും. അപ്പോൾ ഈ ടൈമിൽ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയാണ്, ഞാൻ റൂം നമ്പർ 32 ഉണ്ടായിരിക്കും, നീ പെട്ടെന്ന് നൈറ്റ് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവനും ഇങ്ങനെ യെസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഹീറോയും അതുപോലെ ഈ പെണ്ണും തമ്മിൽ എന്തോ തെറ്റായ റിലേഷനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മുടെ ഹീറോയിൻ ആക്ച്വലി നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ചീറ്റ് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവൾ പറഞ്ഞ പോലെ തന്നെ ഇവളെ റൂമിലേക്ക് പോകേണ്ട ആ സമയത്താണെങ്കിൽ ഇവർ തമ്മിൽ ക്ലോസ് ആയിട്ട് കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് കോൾ എടുക്കണില്ല. എന്നിട്ട് ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ്, എത്ര വേഗം സൂര്യനെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെ മാരേജ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് സൂര്യൻ്റെ വൈഫാന്ന് പറയുന്നുണ്ട്, ഞാൻ അവൾ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയ്ക്ക് അവളെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് സൈഡിൽ കൂടി വിളിയും വേണം. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഇവളെ റൂമിലേക്ക് വരണ്ട കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് വന്ന് വാല് തുറക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയിനെ കാണുമ്പോൾ ഇവനൊന്ന് ഷോക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ചോദിക്കേണ്ടത് എന്താ ഇവിടെ എന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ പെണ്ണാണെങ്കിൽ ആക്ട് ചെയ്തിട്ട് പറയാണ്, എനിക്ക് ചെറുതായിട്ട് തലവേദന എടുക്കണ്ടായിരുന്നു, അതുകൊണ്ട് എന്നെ പോയി ഹെൽപ്പ് ചെയ്താന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ അതൊക്കെ വിശ്വസിക്കും. കാരണം ഹീറോയിന് ഇവരെ കുറിച്ചിട്ട് നല്ല ഇമേജാണ്. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ കയറിയിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ കുട്ടികൾ ഉണ്ടാവാണ്ടിരിക്കാനുള്ള ഗുളിക ഉണ്ടല്ലോ, അതിൻ്റെ ടാബ്ലറ്റ്സ് ഇവൾ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കേണ്ടത് എന്താണെന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് പറയാണ് സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തമ്മിൽ നീ തെറ്റിദ്ധരിക്കല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷനൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിലോ ഒന്നും മനസ്സിലാവണില്ല കേട്ടോ. അവൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ ഇവളുടെ ഫ്രണ്ടിനും ഉണ്ടാവും. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഈ ഫ്രണ്ടാണെങ്കിൽ ഉണ്ടല്ലോ വീണ്ടും പറയാണ് സോറി സൂരി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോറി പറയുമ്പോൾ നമ്മുടെ ഹീറോയിന് ചെറുതായിട്ട് ഡൗട്ട് ആവുന്നുണ്ട് കേട്ടോ. അതായത് ഇവർ തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ പെണ്ണിൻ്റെ അടുത്ത് പറയുകയാണ്, നീ എന്തെങ്ങനെ പറഞ്ഞു ചോദിക്കേണ്ടി, ഇപ്പോൾ അവൾക്ക് തെറ്റിദ്ധാരണ വന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ കണക്ക് ഞാൻ പിന്നെ തീർക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഹീറോയിനെ ഫോളോ ചെയ്തിട്ട്. അപ്പോൾ ഇതേ സമയത്ത് ഈ പെണ്ണിങ്ങനെ പറയാൻ കാരണം വേറൊന്നല്ല, ഈ പെണ്ണിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനും ഹീറോ എങ്ങനെയും ഡിവോഴ്സ് ചെയ്യണം, എന്നിട്ട് ഇവൾക്കാണെങ്കിൽ ഇവനെ മാരേജ് ചെയ്യണം. അതിന് വേണ്ടി മനഃപൂർവ്വം തെറ്റിദ്ധാരണ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ സോറി എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിന് ഇങ്ങനെ ഇവർ തമ്മിൽ തെറ്റായ റിലേഷനൊക്കെ ഇടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഡിവോഴ്സ് ചെയ്ത് പോകുമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഇവളുടെ ലക്ഷ്യം വേറൊന്നല്ല, ഇവന് സ്വത്തുക്കളൊക്കെയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് റോഡിക്കോട് ഓടണം കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ നിക്ക് സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളെ പിറകിക്കോട് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കൈ പിടിക്കേണ്ട ആ സമയത്ത് ഇവളാണെങ്കിൽ ഒരു തട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ പറയുകയാണെങ്കിൽ നിങ്ങളെന്നെ ചീറ്റ് ചെയ്യായിരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവനാണെങ്കിൽ ഇവളെ ഫോഴ്സ്ലി കിസ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവള് പറയാണ് നിങ്ങൾ എന്താ ചെയ്യണേന്ന് ചോദിക്കുന്നിട്ട് ഇവനെ ഒരു തള്ളു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയിട്ട് എന്നെ ചീറ്റ് ചെയ്യുന്നു ഇത്ര നാളിലെ, നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഹീറോ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിലൊരു റിലേഷനൊന്നുമില്ല, നീ തെറ്റായിട്ടാണ് മീൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിലല്ലോ അവളെ ലിപ്സ്റ്റിക്കിൻ്റെ ഇതൊക്കെ അവൻ്റെ ഷർട്ടിൽ കാണുന്നുണ്ട് കേട്ടോ, പാട് കിസ് ചെയ്തതിൻ്റെ. അപ്പോൾ ഇത് കാണുമ്പോൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ റിപ്ലൈ ഇല്ല കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയും പറയാണ് എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തെങ്കിൽ നമ്മൾ തമ്മിൽ യാതൊരു റിലേഷനില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ട് നമ്മളുള്ള റിലേഷനൊക്കെ ക്യാൻസൽ ആവാമെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിലോ കരഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ പോകുന്ന ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിലോ ബോധം കെട്ട് വീഴുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ ആയിരിക്കും ഇവളെ പിടിക്കുക. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റലിലാണെങ്കിൽ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോനോട് പറയുന്നുണ്ട് അവൾക്ക് പ്രോബ്ലം ഒന്നുമില്ല, അവൾ പ്രഗ്നൻ്റാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഇവരെ മാരേജ് കഴിഞ്ഞിട്ട് ഒരു 4 വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ ഹീറോയിൻ പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ ഇവൻ പറയാണ് നീ പ്രഗ്നൻ്റാന്ന് പറയേണ്ടത് ഞാൻ ഭയങ്കര ഹാപ്പി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വലിയ ഹാപ്പിനെസ് ഒന്നുമില്ല. ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ പറയുന്നുണ്ട് എന്ത് ഡിവോഴ്സും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളും പറയുന്നുണ്ട് അത് ഡിവോഴ്സ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയാണ് ഡിവോഴ്സ് പോസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ കുട്ടി ഉണ്ടായത്, ഇല്ല ഞാൻ ഒരിക്കലും ഡിവോഴ്സ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ആ പെണ്ണുണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട്, അവൾക്കാണെങ്കിൽ
ആണെങ്കിൽ ഉണ്ടല്ലോ ഒരു കാർഡ് വെച്ച് കൊടുത്തിട്ട് പറയാണ്, ഇതിൽ കുറേ എമൗണ്ട് ഉണ്ട്, ഈ എമൗണ്ടൊക്കെ നീ എടുത്തോ, ഇനി ഞാൻ നീ തമ്മിൽ യാതൊരു റിലേഷനൊന്നും ഇല്ല, ഇപ്പോൾ സൂലി പ്രഗ്നൻ്റ് ആണെന്ന് പറയേണ്ടത്, ഇനി അവളെ ഹെയർ ടൈം എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയേണ്ടിട്ട്. അത് കേൾക്കുമ്പോൾ ഇവൾക്ക് ഷോക്ക് ആവേണ്ടി കേട്ടോ. എന്നിട്ട് ആ ATM കാർഡ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഇവള് മനസ്സിലാലോചിക്കുകയാണ് ഇത് ഒരിക്കലും നടക്കാൻ പാടില്ലെന്നാണ് അവൾ ചിന്തിക്കുന്നത് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരേണ്ട, എന്നിട്ട് ഇവളാണെങ്കിൽ ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്തിട്ട് പറയാണ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇതിൽ സൈൻ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവൻ പറയേണ്ടിയില്ല, ഞാൻ സൈൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിനക്ക് ഡിവോഴ്സ് തരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഈ കുട്ടീനെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത് കേട്ട് ഇവൾ ഷോക്ക് ആവേണ്ട കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകേണ്ട. ആ ടൈമിൽ ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ്, എന്തായാലും അവളായിട്ട് നിനക്ക് ഡിവോഴ്സ് തന്നില്ലെങ്കിൽ നീ അതിൽ സൈൻ ചെയ്ത് കൊടുത്തേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് നല്ലൊരു ലൈഫ് റൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഹീറോ പറയണം, നിന്നോട് ഞാൻ എല്ലാം പറഞ്ഞതല്ലേ, എനിക്ക് എൻ്റെ വൈഫിനെ എന്തായാലും വിട്ട് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവനെ സ്നേഹിച്ചിട്ട് ഇവനാണെങ്കിൽ ഇവളെ ചീറ്റ് ചെയ്യാറുന്നല്ലോ, എന്നിട്ട് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടേക്ക് പോകേണ്ടായിരിക്കുമല്ലോ, ഇവളെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് ഇവൾ സംസാരിക്കാനാണ് പോണത്. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഇവള്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് ഈ പെണ്ണാണെങ്കിൽ സംസാരിക്കുകയാണ്, സൂലി നമ്മുടെ ഹീറോയിൻ വെച്ച് കഴിഞ്ഞാൽ അബ്രോഡിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരിക്കും, ആ ടൈമിലായിരിക്കും നമ്മുടെ ഹീറോ ഈ പെണ്ണും തമ്മിൽ റിലേഷനൊക്കെ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയാണ്, ഇവളെ ഉണ്ടല്ലോ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു റൗഡിക്ക് ഇങ്ങനെ കുറച്ച് ക്യാഷ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അവൾക്ക് മനസ്സിലായിട്ട് നമ്മുടെ ഹീറോ ഡിവോഴ്സ് ചെയ്യണില്ല എന്ന് കേട്ടോ. അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് അവളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കണം. ആ സമയത്ത് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, നീ എവിടേക്ക് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ഡിവോഴ്സ് ആകാൻ പോവാണ്, എനിക്ക് നിങ്ങളുടെ കൂടെ ഇനി താമസിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇവനാണെങ്കിൽ അവളെ പിടിച്ച് ഒരു റൂമിൽ കൊണ്ട് പൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, തൽക്കാലം നീ ഇവിടെ കിടക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ, നിൻ്റെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഡോറ് ലോക്ക് ചെയ്ത് പോകണ്ട. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ കരയാണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഹീറോ ചോദിക്കേണ്ടത് എന്താ നിൻ്റെ തീരുമാനം ചോദിക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് ഇവളാണെങ്കിലോ നമ്മുടെ ഹീറോക്കിട്ട് ഒരു കട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനെ കടിച്ച് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് സോറി പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഓടണേന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇവനും അവൾ ഫോളോ ചെയ്ത് പോകണ്ട. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ അവൾക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിൻ്റെ കീ എടുത്തിട്ടായിരിക്കും വരുന്നുണ്ടായി. അപ്പോൾ ടൈമിലാണെങ്കിൽ നമ്മുടെ ഇവിടെ ഫ്രണ്ടാണെങ്കിൽ ഒരു അവിടേക്ക് കുറച്ച് എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചിക്കനാണെങ്കിൽ കറക്റ്റ് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൾക്ക് ബോധമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇവൻ കൊണ്ടുപോയി കഴിയുമ്പോഴാണ് നമ്മുടെ ഹീറോ അവിടേക്ക് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ വന്ന് നോക്കുന്ന സമയത്ത് ഹീറോയിനൊന്നും കാണാനില്ല. എന്നിട്ട് അടിയിലാണെങ്കിൽ കാറിൻ്റെ കീ എടുക്കണ്ടായിരിക്കണ്ട. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇവൻ ചെറുതായിട്ട് ഡൗട്ട് ഉണ്ട്. എന്നിട്ട് ഇവൻ വിചാരിക്കും അവളിങ്ങനെ എസ്കേപ്പായി പോയതാണെന്നാണ് അവൻ ചിന്തിക്കണത് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ വേഗം അസിസ്റ്റൻറ്റിനെ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട്, എത്രയും വേഗം നമ്മുടെ സൂലി എവിടെയാണെന്ന് അവളെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് ഇവനോട് പറയാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിനെ എസ്കേപ്പായി പോയെന്നാണ് ഇവൻ വിചാരിച്ചത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കണത് കേട്ടോ. അവളാണെങ്കിൽ ഈ ചെക്കൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇവളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഇവൾ ഓൾറെഡി പ്രഗ്നൻ്റ് ആണല്ലോ. ഈ ചെക്കനാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഇവളെ കിസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഇങ്ങനെ നോക്കുന്ന ടൈമിലുണ്ടല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബ്ലീഡിങ് ആവുന്നുണ്ട് കേട്ടോ. അതായത് ഈ ചെക്കൻ ഇങ്ങനെ ഇവളുടെ അടുത്ത് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ അങ്ങനെ ബ്ലീഡിങ് ആയിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അബോഷനായി പോകുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ ആ ചെക്കനെ തലക്കിട്ട് ഇടിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിന് ബോധമില്ലാണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവളുടെ പേരാണ് ഷെന്ന്. എന്നിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കറക്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹോസ്പിറ്റലാക്കുന്നുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബോധം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഷെന്നെ എടുത്തുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ്, ഈ ബോധമില്ലാണ്ട് റോഡിൽ കിടക്കായിരുന്നു, ഞാനാണ് നിന്നിവിടെ കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ പറയാണ് കുട്ടി പോയിന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും നമ്മുടെ ഹീറോയിന് അമ്മയാവാനും പറ്റില്ല. അത് കേട്ടിട്ട് വിളിക്കുകയാണെങ്കിൽ കുറച്ച് സൈഡൊക്കെ ആവേണ്ടി. അത് കഴിഞ്ഞിട്ട് ആ റൗഡി വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ് ഹീറോയിൻ എസ്കേപ്പായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ ചെക്കൻ പറയുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കണ്ട, അവളെ കൊച്ചെന്തായാലും അബോഷനായി പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സമാധാനം ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ.
നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ ലേറ്റായിട്ടാണ് അറിയുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, സൂലി നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കേണ്ട, ഞാൻ ചെയ്ത് തെറ്റാണ്, പക്ഷേ നീ എത്രയും വേഗം എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവിടെ ഫോട്ടോ നോക്കി സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിനും അതുപോലെ ഷെന്നും നമ്മുടെ ഹീറോയും കൂടിയിട്ട് ഒരു ടെൻഡിങ്ങിന് വന്നേക്കാണ് കേട്ടോ. അതായത് ഒരു ടെൻഡർ വിളിക്കാൻ വന്നേക്കാണ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിലാണെങ്കിൽ ഇവൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മളെ ഹീറോയിൻ വരാൻ. എന്നിട്ട് ഇവന് ഹീറോയിനോട് സംസാരിക്കുന്നു പറയുന്നത്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഷെനീനെ കൈ പിടിച്ച് പോകണ്ട. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും അതുപോലെ ഷെന്നും ക്ലോസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവന് കൂടുതലായിട്ട് ജലസ് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. കാരണം ആക്ച്വലി ഇവന് ഹീറോയിനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പക്ഷേ എന്തോ ഒരു ഇതിൽ ആ പെണ്ണിനോട് ഒരു ഇഷ്ടം തോന്നി അവന്. അത് കഴിഞ്ഞിട്ട് ടെൻഡിങ് ഒക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ, ടെൻഡർ കിട്ടണതുണ്ടല്ലോ നമ്മുടെ ഷെന്നിനെ അറിയിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിന് നമ്മുടെ ഹീറോയ്ക്ക് കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഹീറോ പറയുകയാണെങ്കിൽ നിന്നോട് കുറച്ച് സംസാരിക്കാണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഷെന്ന് പറയുന്നുണ്ട്, നിങ്ങളത് സംസാരിക്കും, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, ഇവന് വേണ്ടിയിട്ടാണോ നീ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ ഒരുങ്ങണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ദേഷ്യം എന്നിട്ട് പറയണം, അപ്പോൾ നിങ്ങൾ എന്നോട് ചെയ്തെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവന് തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടാണ്, പക്ഷേ നീ എന്നെ ചീറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിൻ്റെ കൂടെ ഇങ്ങനെ ലൈഫ് റണ്ണായി എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ പറഞ്ഞു, ഞാൻ നിനക്ക് ഒരിക്കലും ഡിവോഴ്സും തരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിന് ദേഷ്യം വന്ന കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഒരു പെട്ട കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹീറോയ്ക്ക്. എന്നിട്ട് പറയുകയാണ് എത്രയും വേഗം ഡിവോഴ്സ് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിച്ചോ ഇപ്പോൾ അത്രത്തോളം ഞാൻ വെറുക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. ഇനി നീയായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഞാൻ ഇത്ര നാളും പറ്റിക്കായിരുന്നു, 4 വർഷമായിട്ട് നീയും അവളും തമ്മിൽ റിലേഷനൊക്കെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ആ പെണ്ണൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവൾ പറയുന്നത്. എന്നിട്ട് പറയാണ്, എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് ഇവളും ഭയങ്കരമായിട്ട് ഇവൻ്റെ അടുത്ത് ഫയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൾ കരഞ്ഞുകൊണ്ടായിരിക്കും വരാം. അപ്പോൾ നമ്മുടെ ഷെന്നെ ചോദിക്കേണ്ടത് എന്തായാലും ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയേണ്ട ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഹീറോയിൻ പറയേണ്ടത് എത്ര വേഗം എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഷെന്നെ പറയുന്നുണ്ട്, എനിക്ക് എന്ത് സപ്പോർട്ടിന് ഞാനുണ്ടായിരിക്കും കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്, നീ അതോർത്തൊന്നും വിഷമിക്കേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവ നല്ല രീതിയിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് കയറിങ്ങോടുകൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവളിത് കേൾക്കുമ്പോൾ ഇവൾക്കും ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷെന്നിനെയാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിനെ പിടിച്ചിട്ട് പോയി റൗഡില്ല, അവനാണെങ്കിൽ നമ്മുടെ ഷെന്നെ പിടിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പിടിച്ചടിച്ചിട്ട് പറയേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരിക്കും, ഹീറോയിനും വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് പോലീസിൽ ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ പുറത്തേക്ക് വരേണ്ടത്. ഈ സമയത്ത് ഷെന്നിനോട് താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവളെ ഹെൽപ്പ് ചെയ്തതിന്. അപ്പോൾ ഈ സമയത്ത് ഇവനും പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്, നിനക്ക് എന്തൊരു ഇത് വന്നാലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഷെന്നിൻ്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഈ നമുക്ക് നമ്മുടെ ഹീറോനോട് റിവെഞ്ച് തീർക്കാമെന്ന് ഷെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് അതിപ്പോൾ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഈ ഷെന്നിൻ്റെ മുഖഭാവം ഒന്ന് മാറണ്ടേ. ആക്ച്വലി നമ്മുടെ ഈ ഷെന്നിനാണെങ്കിൽ ഹീറോയിന് ഇഷ്ടമല്ല കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ ഫാമിലിയും ഷെന്നിൻ്റെ ഫാമിലിയും തമ്മിൽ എന്തോ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. അതായത് ബിസിനസ് പരമായിട്ട് ശത്രുക്കളൊക്കെയാണ്. അതുകൊണ്ട് ഹീറോയിനോടുള്ള റിവെഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിന് ഹെൽപ്പ് ചെയ്യണത് കേട്ടോ. പിന്നീട് അത് കാണിച്ച് കാണിക്കുന്ന ആ പെണ്ണിനാണ്. ആ പെണ്ണാണെങ്കിൽ ഭയങ്കര രീതിയിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ കേട്ടോ. ഇവളെ വിചാരം നമ്മുടെ ഹീറോ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷെ നമ്മുടെ ഹീറോ ആക്ച്വലി എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ശിവൻ വന്നിട്ട് നേരെ വന്ന് കഴിഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ കുരക്കിൽ പിടിച്ചിട്ട് പറയുകയാണ്, നീ എന്തെൻ്റെ സൂര്യനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ഇത്രത്തോളം വൃത്തികെട്ടവളാണെന്ന് ഞാൻ വിചാരിച്ചില്ല, നീ കാരണമാണ് ഞങ്ങളുടെ കുട്ടീനെ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോണിയും സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, ഞാൻ എത്ര നാൾ കാത്തിരുന്നതാണ് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ പറയാണ്, നീ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് പൊക്കോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ജയിലിൽ ഇരുന്നോന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എന്തിനാണ് സ്നേഹിച്ചെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നിനക്ക് അതിനുള്ളതൊക്കെ ഞാൻ തിരിച്ചു തരാൻ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ വല്ലാത്ത രീതിയിൽ ഇവിടെ ടോർച്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് പറയുന്നത് എന്നെ വിടുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കറക്റ്റ്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇവളെ എത്ര വേഗം പോലീസിൽ കൊണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ പുറത്തേക്ക് വരാൻ പാടില്ല, എൻ്റെ സൂര്യനെ ഇങ്ങോട്ട് ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അസിസ്റ്റൻറ്റും പറയുന്നുണ്ട് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദ്യം ഇവൾ കോൾ എടുക്കാനുള്ള, പിന്നെ ഇവൾ കോൾ എടുത്തിട്ട് ചോദിക്കുകയാണ് എന്താ ചോദിക്കുമ്പോൾ ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട് നമ്മുടെ
ഫ്രണ്ടിൻ്റെ അക്കൗണ്ടൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, നീ തിരിച്ച് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സമയത്ത് ഇവള് പറയേണ്ടിയില്ല, ഞാൻ തിരിച്ച് വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ടിൻ്റെ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൽ ഈ നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും വൈഫിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവനാണെങ്കിൽ നമ്മുടെ സൂര്യനെ കൊണ്ടുപോകണം, പക്ഷേ ഇവള് വരില്ല എന്നാണ് അവൻ ചിന്തിക്കണത് കേട്ടോ. എന്തായാലും ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അതുകൊണ്ട് തന്നെ സൂര്യനെ എന്തായാലും കൊണ്ടുപോകണം എന്നാണ് അവൻ ചിന്തിക്കണത് കേട്ടോ. അപ്പോൾ ഈ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡൊക്കെ കാണുമ്പോണ്ടല്ലോ ഇവന് നമ്മുടെ ഹീറോയിനൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അസിസ്റ്റൻ്റ് അടുത്ത് പറയാണ് സൂര്യനെ എന്തായാലും കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അസിസ്റ്റൻറ്റ് പറയുന്നത് മാഡം വരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും മാഡം എന്തായാലും വരാൻ ചാൻസ് ഇല്ലെന്ന് പറയുമ്പോൾ ഇവനും പറഞ്ഞിട്ട് നീ പൊക്കം ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വീണ്ടും നമ്മുടെ ഹീറോയിന് കോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഇവൻ്റെ ഫ്രണ്ടിൻ്റെ ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ട്, നീ എന്തായാലും മാരേജിന് വരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൾ ആദ്യം വരില്ല എന്ന് പറയണം. എന്നിട്ട് പറയണത് നമുക്കിടയിൽ 1000 പ്രശ്നം ഉണ്ടായിരിക്കും, പക്ഷെ നീ എന്തായാലും വരണമെന്ന് പറയും. അപ്പോൾ അവളും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കേണ്ടത് നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ ഷെന്നിനാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് ഇനി എന്താ നെക്സ്റ്റ് പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഷെന്നാണെങ്കിൽ ഹീറോയിൻ്റെ കമ്മലിൽ കുറച്ച് ക്യാഷൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ, അതായത് ഇവളെ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്തിട്ട്. അതുകൊണ്ട് ഇവളുടെ ഫാമിലി ഫ്രണ്ടാണ് നമ്മുടെ ഷെന്ന്. എന്നിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് റിവെഞ്ച് തീർക്കണമെന്നാണ് ഇവൻ ചോദിക്കണത് കേട്ടോ വീണ്ടും വീണ്ടും. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് എന്തോ ഒരു ഇഷ്ടമൊക്കെ ഉള്ളിൽ കിടപ്പുണ്ടെന്നുകൊണ്ട് അവൾ പറയാണ് ഇപ്പോഴതൊന്നും നോക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവന് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വീണ്ടും നമ്മുടെ ആ പെണ്ണുണ്ടല്ലോ അവളാണെങ്കിൽ കിഡ്നാപ്പ് ചെയ്യാൻ കേട്ടോ. അവളെങ്ങനെയോ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് നീ ഇന്നത്തോടു കൂടി നിൻ്റെ കഥ അവസാനിക്കാൻ പോകുന്നു പറഞ്ഞിട്ടായിരിക്കും അവൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനെ ഇവളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവള് സംസാരിക്കുകയാണ് നീ ഉണ്ടല്ലോ നീ കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഇവള് സംസാരിക്കണം. അപ്പോൾ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നീ എങ്ങനെ പുറത്ത് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ആ പെണ്ണും പറയുന്നുണ്ട് പുറത്ത് വന്നതോ എന്നൊക്കെ പുറത്ത് കൊണ്ടുവരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തോടു കൂടി നിൻ്റെ ചാപ്റ്റർ ക്ലോസ് ആകാൻ പോവാണെന്ന് പറയുന്നുണ്ട്. നിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേസ് ഉണ്ടല്ലോ ഇനി ഇത് ലോകം കാണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിന്നെ അറപ്പോട് കാണണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നീ കാരണമാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ കുറേ ചെക്കന്മാർക്ക് സെയിൽ ചെയ്യാൻ പോവാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ ഹീറോയിനെ കോൾ ചെയ്തിട്ട് പറയുകയാണ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഓഫീസിൽ വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവനാണെങ്കിൽ ഇവൻ വെറുതെ ജസ്റ്റ് നോണ പറയുന്നതെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കോൾ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവളുടെ കോളാണെങ്കിൽ ഇങ്ങനെ സ്വിച്ച്ഡ് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനിക്ക് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അതായത് ഇവൻ പറഞ്ഞ പോലെ നമ്മുടെ ഹീറോയിന് എന്ത് വല്ല ആപത്തൊക്കെ സംഭവിച്ചതാണ് അവൻ ചിന്തിക്കണത് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ അസിസ്റ്റൻറ്റിനെ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിനെ അവസാനമായിട്ട് കണ്ട പ്ലേസ് ഉണ്ടല്ലോ അവിടുത്തെ CCTVയുടെ ഫുട്ടേജ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ ഈ അസിസ്റ്റൻ്റ് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്, അത് അവളുടെ ഫ്രണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഇവൻ ഷോക്കാണ്. എന്നിട്ട് ഇവൻ പുറത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഷെന്ന് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഷെന്ന് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഓൾറെഡി നമ്മുടെ ഷെന്നിന് ഇഷ്ടമല്ല കേട്ടോ. എന്നിട്ട് ഷെന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ കൂടെ വരേണ്ട ആവശ്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ വൈഫിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഷെൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ അത്രയ്ക്ക് നല്ലവനൊന്നല്ല കേട്ടോ. അവൻ ഇതിലൊരു ബാഡ് ക്യാരക്ടർ തന്നെയാണ്. നമ്മുടെ ഹീറോയിൻ്റെ മുന്നിൽ നല്ലവനായിട്ട് നടിച്ചിട്ട് അവനായിരിക്കും ഈ കിഡ്നാപ്പിൻ്റെ പിറകിൽ കേട്ടോ. അതായത് വേറൊന്നല്ല നമ്മുടെ ഹീറോയിനെ മുന്നിൽ നിർത്തിയിട്ട് ഇവനോട് റിവെഞ്ച് ചെയ്യാനാണ് അവ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഉപദ്രവിക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കി ഇവനാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനിട്ട് പണി കൊടുക്കാൻ വേണ്ടി ചിന്തിച്ചായിരിക്കും. ഇവ മനസ്സിൽ തിങ്ക് ചെയ്യാണ് നീ പോയി അവളെ രക്ഷപ്പെടുത്തുമ്പോഴേക്കും അവൾ ഒരുപാട് ചെക്കന്മാർ അവളെന്തായാലും കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞ് അവളുമായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിൻ്റെ ഭാര്യ മറ്റുള്ളവർക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അവൻ മീൻ ചെയ്യണത് അത് ഇവനാണ് അതിൻ്റെ പിറകിൽ. അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവൻ പറഞ്ഞ പോലെ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ കുറേ ചെക്കന്മാരാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്തുണ്ടല്ലോ കറക്റ്റ് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഹീറോ വന്ന് കഴിഞ്ഞിട്ട് ഈ ചെക്കന്മാരൊക്കെ അവിടെ അടിച്ചിടുന്നുണ്ട്. അടിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തോ ഡ്രിങ്ക്സിൽ എന്തോ പൊടി കലർത്തി കൊടുത്തിട്ടുണ്ടായിരിക്കും ബോധം കിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ അവൾക്ക് പകുതി ബോധിക്കുള്ളൂ കേട്ടോ. അവൾക്ക് അങ്ങനെ ശരിക്കും ബോധമൊന്നുമില്ല. എന്നിട്ട് ഈ ചെക്കന്മാരുണ്ടല്ലോ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൻ നല്ല രീതിയിൽ അവർ അടിച്ചിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ പറയുകയാണ് എത്രയ്ക്ക് ധൈര്യമാണെങ്കിൽ നീ എൻ്റെ വൈഫിനെ ടച്ച് ചെയ്യുന്നതാണ് ചോദിക്കണത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഫൈനലി നീ വേണ്ടി വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കണം. എന്നിട്ട് ഇവൻ വന്നിട്ട് ചോദിക്കുകയാണ് സൂര്യ നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവളും ഇങ്ങനെ കണ്ണിങ്ങനെ ഇത് പോകുന്നുണ്ട്, കാരണം അവൾക്ക് ബോധമില്ല.
എന്നിട്ട് ഇവളും പറയാണ് കുഴപ്പമില്ല ഞാൻ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് അവനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇവരെ എത്രയും വേഗം ഉണ്ടല്ലോ വേറൊരു പ്ലേസിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ പിറകിൽ ആരാന്ന് കണ്ടുപിടിക്കണം. അതായത് ആ പെണ്ണിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയത് ആരാന്ന് അറിയണമെന്നാണ് നമ്മൾ അസിസ്റ്റൻ്റ് അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ അസിസ്റ്റൻ്റ് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പോലീസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൊണ്ടുവരുന്നത് നേരെ നമ്മുടെ ഹീറോൻ്റെ വീട്ടിലേക്ക് ഇറക്കുണ്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവൻ വിളി ചോദിക്കേണ്ടത് എന്താ ഇവിടേക്ക് കൊണ്ടുവന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇത് നമ്മുടെ 2 പേരും വീടാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നീ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ആരും വന്ന് നിന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും ഇങ്ങനെ നടക്കില്ല, ഇങ്ങനെ നടക്കാണ്ടിരിക്കാൻ ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് നിന്നെ ആരും പുള്ളി ചെയ്യില്ലെന്നൊക്കെ പറയുന്നത്, നിനക്ക് എന്താ വേണമെന്ന് ചോദിക്കാൻ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് എനിക്കൊന്ന് പോയി ഷവർ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഷവർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോ അവൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യായിരിക്കും. എന്നിട്ട് അവളോട് പറയുന്നുണ്ട് നീ ഇനി ഒന്നിനും കുറിച്ച് ഓർത്ത് വറിയിടാവണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ആരിങ്ങനെ നിന്നൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇനി ഇങ്ങനെ നീ തിരിച്ച് വന്നോടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. സോറി പറയേണ്ട അവൻ വീണ്ടും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് എത്രയും വേഗം ഡിവോഴ്സ് തരണമെന്ന് വീണ്ടും നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ വീണ്ടും ദേഷ്യം വരണം. എന്നിട്ട് ഇവൻ പറയുകയാണ് ഇപ്പം കണ്ടില്ലേ നിൻ്റെ അവസ്ഥ, ഞാൻ വേണ്ടി വന്ന് നിന്നെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തെറ്റ് സംഭവിച്ചു ഞാൻ അതിന് സോറി പറയുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിനക്ക് എന്താണ് എന്നോടൊന്ന് ക്ഷമിച്ചാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവളോടത്ത് ദേഷ്യപ്പെട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം അങ്ങനെ ഒരു ക്ഷമിക്കണം തെറ്റല്ല നീ ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എനിക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഉള്ളിലാണെങ്കിൽ ഹീറോനോട് സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവനിങ്ങനെ തെറ്റ് ചെയ്ത കാര്യം തന്നെ ഇവൾക്കാണെങ്കിൽ ഇവനോട് അങ്ങനെ ക്ഷമിക്കാൻ പറ്റണില്ല, അതാണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ആ പെണ്ണിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ആ പെണ്ണാണെങ്കിൽ നമ്മുടെ ഷെനിൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഇവനെ കണ്ടിട്ട് സംസാരിച്ചിട്ട് പറയാണ് എത്രയും വേഗം ഇവിടുന്ന് എബ്രോഡിക്ക് പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം പോലീസുകാരൊക്കെ എന്നെ ട്രേസ് ചെയ്ത് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഷെനിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് കോൾ വരേണ്ട അസിസ്റ്റൻ്റ് ആണെങ്കിൽ അയാളെ പിടിച്ചിട്ട് അടിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ഷെന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതായത് ഷെന്നിൻ്റെ പരിപാടിയാണ്. ഷെന്നും ആ പെണ്ണും കൂടി ആലോചിച്ചിട്ടാണ് നമ്മുടെ ഹീറോയിനാണ് കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ ഷെന്നിൻ്റെ പണിയെന്ന് പറയുന്നുണ്ട്. അവനാണെങ്കിൽ പിന്നീട് പ്രവചിച്ച അവൻ ഒരു ഹോട്ടലിലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ 2 പേരും കൂടി അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് ഈ പെണ്ണും ഷെന്നും കൂടി സംസാരിക്കാൻ കേട്ടോ. ഈ പെണ്ണാണെങ്കിൽ കുറച്ച് എമൗണ്ട് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വന്ന് കഥക് തട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവരൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണ് കേട്ടോ. ഹീറോയിനുണ്ട്. അത് കണ്ട് അവനൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ ചോദിക്കേണ്ടത് എന്താ എവിടെയും ചോദിക്കേണ്ട ഈ സമയത്ത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഇവൻ്റെ അടുത്ത് പറയാണ് നീ എന്തായാലും ആക്ടിങ്ങിൽ ബെസ്റ്റാന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നിൻ്റെ ആക്ടിങ് ഒന്നും എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയാണ് എവിടെ അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഷെന്ന് ചോദിക്കുന്നുണ്ട് അവളൊന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇനി നീ ആക്ട് ചെയ്യുന്നത് വേണ്ട, ഞങ്ങളെല്ലാ കാര്യങ്ങളും അറിഞ്ഞു, സൂര്യനെ കിഡ്നാപ്പ് ചെയ്ത് നീയും കൂടി അല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ വന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെക്ക് ചെയ്തോണ സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് ഒളിച്ചിട്ടുണ്ടായിരിക്കും. പിന്നീട് അത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ മൊത്തം സെർച്ച് ചെയ്യുന്നുണ്ട്. റെസ്റ്റ് റൂമിൽ അവസാനം വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. റെസ്റ്റ് റൂമിൽ നോക്കുന്ന സമയത്ത് ആ പെണ്ണാണെങ്കിൽ കറക്റ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം ഞാൻ പറഞ്ഞത് സത്യം ചോദിക്കുന്നുണ്ട് നമ്മുടെ സൂലിയുടെ അടുത്ത്. സൂലി ആദ്യം വിശ്വസിച്ചിട്ടുണ്ടായിരിക്കില്ല. എന്നിട്ട് ഈ പെണ്ണിനെ കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സൂലിയുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഇവർ 2 പേരും പ്ലാൻ ചെയ്തിട്ടാണ് നിന്നെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണിനെ പിടിച്ച് വലിച്ചിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നിനക്ക് ഇവനോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ 10 മിനിറ്റോട് നീ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് എൻ്റെ കൂടെ വരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഈ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ പെണ്ണിനെ പിടിച്ച് വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോയിട്ടുണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ സൂലാണെങ്കിൽ വന്നിട്ട് ഷെന്നിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. എന്താ ഷെന്നി ഇത് കാണണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് കാണുന്നത് സത്യമാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ എന്നെ ചീറ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് നല്ലവനായിട്ട് എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞിട്ട് നീയും ഇതിൽ
പ്ലാൻ ചെയ്തിട്ടാണോ എന്നെ കിഡ്നാപ്പ് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഷെന്നൊന്നും മിണ്ടണില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ്, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു കേട്ടോ. കാരണം നീ എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, അതുപോലെ ഫാമിലി ഫ്രണ്ടാണ്. പക്ഷേ നിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഷെന്നിനാണെങ്കിൽ ഒന്നും പറയാനില്ല. എന്നിട്ട് നമ്മുടെ ഷെന്നു പറയാണ്, ആക്ച്വലി ഞാൻ ടാർഗറ്റ് ചെയ്ത് നിൻ്റെ ഹസ്ബൻഡിനാന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നോട് ഒരു വിരോധമില്ല എന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും സത്യം തന്നെയാണ്. കാരണം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവന് ഇഷ്ടമല്ല, ഇവരെ ബിസിനസ് തകരാൻ കാരണം നമ്മുടെ ഹീറോയിൻ്റെ ഫാദറൊക്കെയാണ്. അതാണ് നമ്മുടെ ഹീറോയിനോട് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീറോയിനെ ഇവൻ കാര്യമൊക്കെ നോക്കിയത്. പക്ഷേ ഇവൾക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവനെ ഉപദ്രവിക്കാൻ ഇവൾ കൂട്ടാക്കില്ല. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇവളെ കുറേ ചെക്കന്മാരെ വിട്ട് കഴിഞ്ഞിട്ട് റേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ധർന്ന് കഴിയുമ്പോൾ ഇവർ തമ്മിൽ തെറ്റില്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അവൻ അങ്ങനെ പ്ലാൻ ചെയ്തത്. ഹീറോയിനും പറയാണ്ട് എനിക്ക് എന്നോടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷെന്നാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ എനിക്ക് ഡിവോഴ്സ് തരണം എന്ന് പറയുന്നുണ്ട്. എനിവേ നീ എന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഡിവോഴ്സ് പോസിബിൾ ആവണമെങ്കിൽ നീ എനിക്കൊരു കുട്ടീനെ തരണം, എങ്കിൽ മാത്രമേ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്ക് ആവേണ്ട. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, ഇതിന് എഗ്രി ആണെങ്കിൽ നിനക്ക് ഡിവോഴ്സ് തരാമെന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടി ഉണ്ടായാൽ മാത്രമാണ് അവൻ ഡിവോഴ്സ് കൊടുക്കുള്ളൂ എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും കൂടി ഡോക്ടറെ കാണാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് അന്ന് അവൾക്ക് അബോർഷനായപ്പോൾ അവൾക്ക് ഇനി അമ്മയാവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. കാരണം നമ്മുടെ ഹീറോ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, ഒരു കുട്ടി ഉണ്ടായാൽ മാത്രമാണ് ഞാൻ നിനക്ക് ഡിവോഴ്സ് തരുള്ളൂ എന്ന്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉള്ളിലേക്ക് കൊണ്ടുപോകൊണ്ട് നമ്മുടെ ഹീറോ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചെക്ക് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ എല്ലാ കാര്യങ്ങളും ടെസ്റ്റുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ടെസ്റ്റുകളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോൻ്റെ ഉദ്ദേശം വേറൊന്നല്ല, നമ്മുടെ ഹീറോയിനെ എപ്പോഴും ഇവൻ്റെ കൂടെ നിർത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഇവന് കുട്ടിയുടെ കാര്യം ഡിമാൻഡ് വെച്ചത് കേട്ടോ. എന്നിട്ട് ഹീറോയിൻ പുറത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതിൻ്റെ റിസൾട്ടൊക്കെ വരാൻ 2 days പിടിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവനിങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ഹീറോയിൻ്റെ ഫാദർ അവിടേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ആൾക്ക് എന്തോ ചെക്കപ്പിന് വന്നേക്കാണ് കേട്ടോ. ആൾ കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ചോദിക്കേണ്ട എന്ത് പറ്റിയെന്ന് ചോദിക്കേണ്ട. അപ്പോൾ ഈ സമയത്ത് ഫാദറാണെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ആളുടെ റിസൾട്ട് വാങ്ങിയിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഫാദറിന് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫാദറിൻ്റെ ഹെൽത്ത് വീക്കാണല്ലോ, അതെന്താ എന്നോട് പറയാണ്ടിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷെന്നാണെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ ഹീറോയിൻ്റെ കമ്മലിൽ. അതൊക്കെ ആണെങ്കിൽ അവൻ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ ഫാദർ പറയാൻ കേട്ടോ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമ്മുടെ ഫാദറിന് ഭയങ്കര ടെൻഷനൊക്കെ എന്ന് പറയുന്നുണ്ട്. സഡൻലി അവൻ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് നമ്മുടെ ഫാദർ ചോദിക്കേണ്ട. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാദറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ഷെന്നെ ചീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയേണ്ടത് ഒന്നുകൊണ്ട് ഫാദർ വറിയിടാവണ്ടെന്ന് പറയുന്നുണ്ട്. ഫാദറിൻ്റെ ബിസിനസ് എന്തായാലും റൺ ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഹീറോ. അതായത് നമ്മുടെ ഹീറോ നല്ല സപ്പോർട്ടീവായിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫാദറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഷെന്നി ഇൻവെസ്റ്റ് ചെയ്ത പേയ്മെൻറ്റ് ഒക്കെ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവർ കമ്പനി ലോസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഫാദറിന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വീടാണ്. വീട്ടിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സംസാരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ഹീറോൻ്റെ അമ്മ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. നമ്മുടെ ഹീറോയിനെ ഡിവോഴ്സ് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം ഇത്ര വർഷമായിട്ട് അവൾ പ്രഗ്നൻ്റ് ആയിട്ടില്ലല്ലോ. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ആക്ച്വലി ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷേ അബോർഷനായി പോയി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൾക്കൊരു കുട്ടി പോസിബിൾ ആവും. എന്തായാലും വേറൊരു പെണ്ണിന് ഞാൻ എന്തായാലും മാരേജ് ചെയ്യില്ല, എനിക്ക് എൻ്റെ കുട്ടി അവളിൽ തന്നെ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ഭാര്യ അവളെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ ഫാദറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഷെന്നിങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വിഡ്രോ ചെയ്തില്ല. എന്നിട്ട് ഇവൻ്റെ കമ്പനി ആണെങ്കിൽ കുറച്ച് പ്രോഫിറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കമ്പനിയിലാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാഡി ഒന്നിനെ കുറിച്ച് ഓർത്ത് വറിയിടാണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡാഡിനെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഡാഡിക്ക് ലോസ് വരാണ്ടൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡാഡിക്ക് നോക്കാൻ വേണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളുടെ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഇത് നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. കാരണം ഇവൾക്ക് എന്തായാലും ഇനി അമ്മയാവാനൊക്കെ പറ്റുന്നതായിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ ഇത് കാണുമ്പോൾ അവൾക്കും ഭയങ്കര ഹാപ്പിക്ക് ആവാൻ വേണ്ടി. പിന്നീട് അത് കഴിഞ്ഞിട്ട് നൈറ്റാണ് കാണിക്കുന്നത് കേട്ടോ. നൈറ്റ് സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അവൾ കിസ് ചെയ്യാൻ വരുമ്പോൾ വിളിച്ച് നോക്കേണ്ടത് എന്താണെന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ഇവൻ പറയണേ എനിക്കൊരു ബേബി വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവളും അതിന് ഓക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ അന്ന് നൈറ്റ് ഒരുമിച്ച് സ്പെൻഡ് ആയാണ് കേട്ടോ. അതായത് രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആവാണ് കേട്ടോ. അവൻ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ബേബി വേണമെന്ന്, എങ്കിൽ മാത്രമാണ് ഡിവോഴ്സ് തരുള്ളൂ എന്ന്.
പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കേണ്ടത് നമ്മുടെ ഹീറോയിൻ്റെ ഫാദറിനാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഡാഡിക്ക് ഭയങ്കര ഹാപ്പിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയാണ് ഇനി അച്ഛൻ ഒന്നിനെ കുറിച്ച് ഓർത്ത് വറിയിടാവണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവനെല്ലാം സെറ്റിൽ ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡാഡി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്, അതുപോലെ ഹീറോയിന് ഹാപ്പി ആവുന്നുണ്ട്. നമ്മുടെ ഡാഡി ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഇവൻ നല്ലൊരു മോനാന്ന് പറയുന്നുണ്ട് കേട്ടോ, ഇവന് കിട്ടുന്നതിൻ്റെ ലക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവള് ലൈറ്റായിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തോ ഒരു മെഡിസിൻ കഴിക്കാണ്. അപ്പോൾ ഇതേ സമയത്ത് കഴിക്കുന്ന ടൈമിലുണ്ടല്ലോ ഇവൾക്കാണെങ്കിൽ വോമിറ്റിങ് ടെൻഡൻസി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കേണ്ട എന്ത് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇവൾ പറയുകയാണെങ്കിൽ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വേണം, വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവന് ഡൗട്ട് ആവുകൊണ്ട് ഇവൾ പ്രഗ്നൻ്റ് ആണോ എന്ന്. ഇവനാണെങ്കിൽ ഓൾറെഡി തന്നെ പ്രഗ്നൻസിൻ്റെ കിറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ കിറ്റാണെങ്കിൽ എടുത്തിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവരാണെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയും പ്രഗ്നൻ്റ് ആണ്, പോസിറ്റീവാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്കും അതുപോലെ ഹീറോയിനും ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഫൈനലി ഞാനൊരു അച്ചാവനാവാൻ പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ ഭയങ്കര ഹാപ്പിയോട് കൂടി നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഹീറോ പറയണ എത്ര വേഗം അമ്മേനെ വിളിച്ചറിയിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോൻ്റെ. അങ്ങനെ നമ്മുടെ ഹീറോ അമ്മേനെ കോൾ ചെയ്യേണ്ട, അങ്ങനെ അമ്മ വരുന്നുണ്ട് കേട്ടോ. അമ്മ വന്ന് ഒരുപാട് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിന് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഹീറോയിനോട് സോറി പറയേണ്ട, അതായത് ഇവളെ ഡിവോഴ്സ് ചെയ്ത് വേറെ മാരേജ് ചെയ്യാനൊക്കെ പറഞ്ഞല്ലോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അപ്പോൾ ഈ സമയത്ത് ഇവള് പറയാണ് പാസ്റ്റൊക്കെ പോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ഫാമിലി എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഡിവോഴ്സ് ചെയ്യണില്ല, ശരിക്കും പറഞ്ഞാൽ അവൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മയ്ക്കും ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനും അതുപോലെ അമ്മയും നമ്മുടെ ഹീറോയും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നിടത്താണ് ഈ ഡ്രാമ എൻഡ് ആവണത് കേട്ടോ. സോ അതുവേ എല്ലാ ഡ്രാമകളിലും സെക്കൻഡ് ചാൻസ് കൊടുക്കാറില്ല, പക്ഷേ ഇവിടെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ്. കാരണം അവളെ ലൈഫൊക്കെ അവൻ റിസ്ക് ചെയ്ത് രക്ഷിച്ചല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.